നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മഹാശിവരാത്രി ദിവസമാണ്. ശിവക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആലുവ, മണപ്പുറത്തടക്കം വിശിഷ്ടമായ പല സ്ഥലങ്ങളിലും ശിവരാത്രി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ഇത് വിശദമായി തന്നെ തത്സമയ വാർത്തകൾ പ്രേക്ഷകർക്കായി ഉണ്ടായി. ഒപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആലിൻ ഷെറിൻ നാടിൻ്റെ നൊമ്പരമായി മാറി. ആലിൻ്റെ ശരീര അവയവങ്ങൾ 4 പേർക്കാണ് പുതുജീവൻ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് വിജയകരമായി ശസ്ത്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞു. മറ്റു വാർത്ത, ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടം ഇന്ന് നടക്കും എന്നുള്ളതാണ്. വൈകുന്നേരമാണ് മത്സരം. അഭിഷേക് ശർമ്മ കളിക്കും, സഞ്ജു സാംസൺ കളിക്കില്ല. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട ചൊല്ലാൻ നാട്. ഉച്ചവരെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 3:30. വിടവാങ്ങുന്നത് അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരെ ക്ഷണിച്ച് BNP. മോദി പങ്കെടുത്തേക്കില്ല. രാജ്യ താൽപര്യങ്ങൾ മുൻനിർത്തിയാകും വിദേശ നയമെന്ന് താരിഖ്. ഇറാനുമേൽ US സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ 2ാം ഘട്ട ആണവ ചർച്ചകൾ അടുത്തയാഴ്ച. ചർച്ചകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ. ചർച്ച പരാജയപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് ട്രംപ്. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ജെറാൾഡ് R. ഫോർഡ്. ഇന്ന് മഹാശിവരാത്രി. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ, മണപ്പുറം. ഇഷ ഫൗണ്ടേഷനിലടക്കം പ്രശസ്ത ശിവാലയങ്ങളിലേക്ക് ജനപ്രവാഹം. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് കൊളംബോയിൽ. മത്സരത്തിന് മഴ ഭീഷണി. കൈകൊടുക്കണോ വേണ്ടയോ എന്നതിൽ സസ്പെൻസ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയും 4 പേർക്ക് പുതുജീവിതമേകുകയും ചെയ്ത സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാകുകയും ചെയ്ത ആലിൻ ഷെറിന് കേരളം വിട നൽകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും. 2 മണിവരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളിയിലെ സെയിൻറ്റ് തോമസ് പള്ളിയിലാണ് സംസ്കാരം നടക്കുക. മന്ത്രിമാരടക്കം കുഞ്ഞ് ആലിന് ആദരം അർപ്പിക്കും. 11 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് ഒരു കുടുംബം. ഈ മാസം 18-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി പാണ്ടിക്കുടി കുരിശങ്കൽ ടിനു ജോസഫിന്റെയും ജിസിയുടെയും മകൻ നോഹയാണ് നാടിന്റെ കരിവിനായി കാത്തിരിക്കുന്നത്. കരൾ രോഗത്തെ തുടർന്ന് 3 മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞു നോഹയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ അതുകൊണ്ട് രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല. ഇപ്പോൾ രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. കരൾ മാറ്റമല്ലാതെ മറ്റ് പോംവഴികളില്ല. ഇലക്ട്രീഷ്യനായ ടിനു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് എവിടെയും എത്തില്ലെന്ന് ടിനുവിനും അറിയാം. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ സഹായനിധി തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു പകുതിയിലധികം കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ ഇനി സർജറിക്ക് ഏകദേശം 25 ലക്ഷം രൂപ വരും. പിന്നെ അത് കഴിഞ്ഞ് തുടർ ചികിത്സയും ആവശ്യമാണ്. എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾ 2 മാസം മുതലാണ് ഈ കുഞ്ഞിന് ഈ അസുഖം കണ്ടത്. അതിനെ തുടർന്നാണ് ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കണം. അപ്പം അന്നോട്ട് ഇന്ന് വരെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കണം. അത് കഴിഞ്ഞ് വീടിൻ്റെ വാടകയും കറണ്ട് ബില്ലും വീട്ടിലെ ചിലവും പിന്നെ വൈഫിൻ്റെ അസുഖത്തിൻ്റെ മെഡിസിനും കുഞ്ഞിൻ്റെ മെഡിസിനും ആകെ എല്ലാം കൂടി സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയിരിക്കുകയാണ്. സ്വർണ്ണവും ഇതായിട്ടൊന്നുമില്ല, എല്ലാ പണയത്തിലാണ്. ഇനി ഈ കുഞ്ഞിൻ്റെ ഇത് കഴിഞ്ഞ ശേഷവും തുടർ ചികിത്സ ആവശ്യമാണ്. കാരണം എന്താവുമെന്നൊരു ഇതില്ല. എന്തെങ്കിലും ആരെങ്കിലും സഹായിച്ചിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. കുഞ്ഞിന് കരൾ നൽകാൻ ഒരാൾ തയ്യാറായി വന്നിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കും വലിയ പണം ആവശ്യമാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. കാനറ ബാങ്ക് മട്ടാഞ്ചേരി ശാഖയിൽ അക്കൗണ്ടും തുറന്നു കഴിഞ്ഞു. ന്യൂസ് 18 കൊച്ചി.
ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന 2018 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികളാണ് പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജി പരിഗണിക്കേണ്ട ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും 9-അംഗ ബെഞ്ചിൽ കേസിന്റെ വാദം എന്ന് തുടങ്ങണം എന്നതിലും തീരുമാനമുണ്ടായേക്കും. സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സർക്കാരിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയമായി മാറാനും സാധ്യതയുണ്ട്. 2019 ശേഷം ആദ്യമായാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് യുവതീ പ്രവേശനം അനുവദിച്ച 2018 വിധിയെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ 2019 വരെ പരിഗണിച്ചിരുന്നു. പിന്നീട് കോവിഡ് മഹാമാരിയെ തുടർന്നാണ് ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പുകൾ മോഷണം പോയ കേസിൽ അന്വേഷണം തുടർന്ന് പൂജപ്പുര പോലീസ്. പുലടയാള വിദഗ്ധർ സ്ഥലത്ത് നിന്ന് സാമ്പിൾ ശേഖരിച്ചെങ്കിലും ഇതുവരെ മോഷ്ടാവിനെ കുറിച്ച് സൂചനകൾ ഒന്നും കിട്ടിയിട്ടില്ല. മിലിറ്ററി ഇന്റലിജൻസും ആഭ്യന്തര പരിശോധന നടത്തുന്നുണ്ട്. DJ പാർട്ടിക്ക് എത്തിയവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കവർച്ചയുമായി ബന്ധപ്പെട്ട സൂചനകൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വരുന്ന 22-ന് ഡൽഹിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പിന്നാലെ ഉണ്ടാകുമെന്ന് സൂചന. പുതിയ KPSC അധ്യക്ഷനെയും ഇതിനോട് അനുബന്ധിച്ച് പ്രഖ്യാപിച്ചേക്കും. അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് പല മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുമ്പേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. 40 മുതൽ 45 വരെ സ്ഥാനാർത്ഥികളെ 1-ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. 20 സിറ്റിംഗ് MLA-മാർക്ക് പുറമെ സംവരണ മണ്ഡലങ്ങളിലെയും വനിതകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയാകും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേരുകൾ കേന്ദ്രീകരിച്ച് അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. A ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് KC ജോസഫ്, PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇളവ് നൽകാത്ത സാഹചര്യമുണ്ടായാൽ MK രാഘവൻ MPയും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചേക്കും. K സുധാകരന്റെ പകരക്കാരനായി അവസാന നിമിഷം വരെ സാധ്യത കൽപ്പിച്ചിരുന്ന ആന്റോ ആന്റണി MPക്ക് ഇത്തവണ രാഷ്ട്രീയ വിവാദങ്ങളാണ് സ്ഥാനലബ്ധിക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ബെന്നി ബെഹനാനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യത വിരളമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ന് മഹാശിവരാത്രി. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കുക. രാത്രിയാണെങ്കിലും പുലർച്ചെ മുതൽ തന്നെ ആളുകൾ എത്തി തുടങ്ങി. നാളെ ഉച്ചവരെ ആയിരങ്ങൾ തർപ്പണം നടത്തും. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ആലുവ മണപ്പുറം നമുക്കറിയാം വൈശിഷ്ട്യമായ സ്ഥലമാണ്. അവിടെ അനവധി ആയിരക്കണക്കിന് ആളുകൾ എത്തി ബലിതർപ്പണം നടത്തി മടങ്ങാറുണ്ട്. ഒപ്പം ശിവരാത്രി ആഘോഷവും അവിടെ വലിയ ആചാരപൂർവ്വം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ? രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണെന്ന് തോന്നുന്നു അല്ലേ? രഞ്ജിത്ത്, ഒരു തിരക്കിലേക്ക് ഈ ദിവസങ്ങളിലെ ഒരു വലിയ തിരക്കിലേക്ക് ആലുവ ക്ഷേത്ര പരിസരവും മണപ്പുറവും എല്ലാം തന്നെ മാറുകയാണ്. ഇന്ന് രാത്രിയാണ് ശിവരാത്രി വിളക്ക്. അത് ഔദ്യോഗികമായ ഈ തർപ്പണ ചടങ്ങുകൾക്കടക്കം ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള തർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് രാത്രിയോടുകൂടിയാണ്, ശിവരാത്രി വിളക്കോടുകൂടിയാണ് തുടക്കമാകുന്നത്. ഇവിടെ ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ അതിനുള്ള ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ അതിന് സമീപമുള്ള മണപ്പുറത്തെ ബലി തർപ്പണ ചടങ്ങുകൾക്കാണ് സമീപമാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ആകുമ്പോൾ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു തിരക്കിൻ്റെ വലിയ ഒരു പാരമ്യതയിലേക്കെല്ലാം തന്നെ എത്തുകയും ചെയ്യും.
ഇന്ന് രാത്രി ശിവരാത്രി വിളക്കും പൂജയും എല്ലാം ആവുന്നതോടുകൂടി മഹാശിവരാത്രിയുടെ ആ ഒരു ചൈതന്യത്തിലേക്കെല്ലാം തന്നെ ഈ പരിസരവുമെല്ലാം തന്നെ മാറും. നിരവധിയായ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്നായി ഇവിടേക്ക് പിതൃമോക്ഷ ചടങ്ങുകൾക്ക് ശിവരാത്രി ദിവസങ്ങളിൽ ആലുവ മഹാദേവ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നത് വളരെ നാളുകളായുള്ള ആ ഒരു വഴക്കവും പരിചയമെല്ലാം തന്നെയാണ്. ഇവിടെ പെരിയാറിൻ്റെ തീരത്ത് അതിനു വേണ്ടിയായുള്ള തർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ബലിത്തറകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. 116 ബലിത്തറകളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണയായി തന്നെയും ഈ ദിവസങ്ങളിലെല്ലാം ഈ പരിസരങ്ങളിലെല്ലാം തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ നടക്കാറുണ്ടെങ്കിലും ഈ ദിവസങ്ങൾ അത് വളരെയേറെ പ്രധാനപ്പെട്ടതുമെല്ലാം തന്നെയാണ്. പെരിയാറിൻ്റെ ഈ തീരത്ത് ഇവിടെ വന്ന പിതൃമോക്ഷ ചടങ്ങുകൾക്കായുള്ള തർപ്പണം എല്ലാം നടത്തി തിരിച്ചു പോവുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്നെല്ലാം തന്നെ പറയുന്നത്. ജനത്തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് തർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരു ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആലുവയിലേക്ക് എത്തുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. KSRTC ബസ്സും ഏതാണ്ട് 200-ലധികം സർവീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു. കൊച്ചി മെട്രോ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് 1500-ലധികം പോലീസുകാരെ ഈ മേഖലയിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ ഒരു സുരക്ഷാ മുൻകരുതലും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കുന്നതിനുമെല്ലാം തന്നെ വേണ്ടിയാണ് പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള ഈ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ആലുവ നഗരസഭയും ചേർന്നുകൊണ്ട് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, വിപുലമായ ഒരുക്കങ്ങൾ ഈ ദിവസത്തിലേക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കിൻ്റെ ഒരു പാരമ്യതയിലേക്ക് ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ ഈ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ മാറുകയും ചെയ്യും. നമ്മൾ സ്ഥിരമായി നമ്മളിവിടേക്ക് എത്തുമ്പോൾ കാണുന്ന ഈ ദിവസത്തിൻ്റെ ഇനി അങ്ങോട്ടായി ഈ ദിവസത്തിൻ്റെ ഇനി 2 ദിവസങ്ങളിലേക്കോ വലിയ തിരക്കിലേക്കെല്ലാം തന്നെ മാറും. ഇന്ന് രാത്രിയാണ് ഏറ്റവും വിശേഷപ്പെട്ടതായി കരുതുന്നത്. മഹാശിവരാത്രിയാണ്. രാത്രി അതിൻ്റെ ഒരു ഉറക്കമൊളിപ്പും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഈ ക്ഷേത്ര പരിസരത്തെത്തി സന്നിധിയിലെത്തി ഇവിടെ ശിവരാത്രി ദിവസം ഉറങ്ങാതിരുന്ന് അതിൻ്റെ ഒരു ചൈതന്യം ഏറ്റുവാങ്ങി കടന്നു പോവുക എന്ന രീതിയിലെല്ലാം തന്നെയാണ് ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ഇവിടേക്ക് അങ്ങനെ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടേക്ക് ഭക്തർ എത്തുന്നതും രാത്രി ഇവിടെ കഴിയുന്നതിനും വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുമുണ്ട്. ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തർപ്പണ ചടങ്ങുകളും എല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ശിവരാത്രി ദിവസം ഇന്ന് രാത്രിയെല്ലാം അതിൻ്റെ തിരക്കിലും നാളെ ഉച്ചവരെയും ഈ തർപ്പണ ചടങ്ങുകൾക്ക് എല്ലാം ഇവിടേക്ക് എത്തും. വലിയ തിരക്കെല്ലാം അനുഭവപ്പെടുമ്പോൾ ചൊവ്വാഴ്ച കുംഭമാസത്തിലെ അമാവാസിയാണ്. അന്നും പിതൃമോക്ഷ ചടങ്ങുകൾക്കായി തർപ്പണം ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടർച്ചയായ 3 ദിവസം ഇത്തവണ തിരക്ക് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ തിരക്കിൻ്റെ എല്ലാം തന്നെ വലിയ ഒരു പരിസരം തന്നെയായിരിക്കും ആലുവയിലുണ്ടാകുക. ഇവിടേക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നു. ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നവരുടെയും അല്ലാതെയും ഈ ദിവസത്തിൻ്റെ ഒരു ചൈതന്യത്തിൽ ഇവിടേക്ക് മണപ്പുറത്തേക്കും എല്ലാം എത്തുന്നവരുടെയും എണ്ണം വളരെ കൂടുതലാണ്. ഇവിടെ സമീപത്ത് തന്നെയും അതിന് അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പവലിയൻ മറ്റ് കാര്യങ്ങളുമെല്ലാം ഇതിനപ്പുറം ഈ തർപ്പണ ചടങ്ങുകൾക്കപ്പുറമായിട്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ദിവസം മഹാശിവരാത്രി ദിവസം ആലുവയുമായിട്ട് തന്നെയും കൂടുതലായും ഇവിടേക്ക് ആളുകൾ എത്തുകയാണ് കൂടുതലായിട്ട് തന്നെ പതിവ്. അതോടൊപ്പം തന്നെ തർപ്പണ ചടങ്ങുകൾക്കായി മറ്റിടങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും പെരിയാറിൻ്റെ പടവുകളിൽ ഇവിടെ പിതൃമോക്ഷ ചടങ്ങുകൾക്ക് തർപ്പണം നടത്തുക എന്നത് തന്നെയാണ് ഏറ്റവും സവിശേഷമായിട്ട് തന്നെ കാണുന്നത്. ഈ ക്ഷേത്രവും പരിസരവുമെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കിലേക്ക് നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തിരക്കിലേക്ക് ക്ഷേത്രവും പരിസരവും എല്ലാം അതിലേക്ക് അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം കഴിയുന്തോറും ആളുകളുടെ എണ്ണവും എല്ലാം തന്നെ കൂടി വരും. മോക്ഷച്ചടങ്ങുകൾക്കായി തർപ്പണം നടത്താനെത്തുന്നവരുടെ എണ്ണവും കൂടും. വൈകുന്നേരമാകുമ്പോൾ പൂർണ്ണമായും ഈ പരിസരവുമെല്ലാം തന്നെ വലിയ ആൾത്തിരക്കിലേക്കെല്ലാം തന്നെ മാറും. രാത്രിയാണ് മഹാവിളക്കുമെല്ലാം നടക്കുന്നത്. ശിവരാത്രി ആ സമയത്തേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്ര പരിസരമെല്ലാം തന്നെ വലിയ ജനസഞ്ചയമായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ
വൈകുന്നേരത്തേക്കുള്ള കാത്തിരിപ്പിലേക്ക് നീങ്ങുന്ന ഒട്ടനവധി പേരുണ്ട്. കാരണം ഈ ദിവസങ്ങൾ പൂർണ്ണമായും തന്നെ ആ ക്ഷേത്രത്തിലും അതിൻ്റെ പരിസരത്തും ഈ ആലുവായിലും ആ ക്ഷേത്ര പരിസരത്തുമെല്ലാമായിട്ട് തന്നെ ചിലവഴിക്കുന്ന ഒട്ടനവധിയായ ആളുകളുണ്ട്. പ്രായമായവരുമെല്ലാം ഈ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞതായിട്ട് തന്നെ കാണുന്നു. അവിടേക്ക് എത്തുന്നവർക്ക് വേണ്ടിയുള്ള അന്നദാനവും മറ്റും ക്ഷേത്രവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കി പൂർണ്ണമായ ഒരുക്കത്തിലേക്കെല്ലാം തന്നെ ആ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ മാറിയിരിക്കുന്നു. രാത്രിയാണ് മഹാവിളക്ക്, ശിവരാത്രി വിളക്ക് എല്ലാം നടക്കുന്നത്. അതിനുശേഷം പൂർണ്ണമായും തന്നെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ബലിത്തർപ്പണ ചടങ്ങുകളിലേക്കടക്കം പൂർണ്ണമായും ഈ പരിസരവും എല്ലാം തന്നെ മാറും. വലിയ ആൾത്തിരക്കിലേക്കെല്ലാം പെരിയാറും അതിൻ്റെ തീരങ്ങളും മാറുകയാണ്. അതാണ് സാഹചര്യം. ആലുവ മണപ്പുറത്ത് വലിയ സവിശേഷമായ ആഘോഷ ചടങ്ങുകൾ ആചാരപരമായി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങോട്ടേക്ക് വിശ്വാസികൾ വന്നു ചേരുകയാണ്. വൈശിഷ്ട്യത ഏറെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ആലുവ ശിവക്ഷേത്രം എന്നതുകൂടി ഓർത്തുവെക്കണം. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. രാത്രി 7 മണിക്ക് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ ഓപ്പണറായി തിരിച്ചെത്തും. അതേസമയം മത്സരത്തിന് മഴ ഭീഷണിയുമുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഹരി, മറ്റൊരു ഐതിഹാസിക പോരാട്ടം, അതായത് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ പ്രേക്ഷകരുള്ള, ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്ന വലിയൊരു പോരാട്ടം. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എന്താണ് നമ്മൾ കരുതേണ്ടത്? മഴ ഭീഷണിയാണ് എങ്കിലും മത്സരത്തിന്റെ മുഴുവൻ സമയവും മഴ അപഹരിക്കില്ല എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ T20 ലോകകപ്പിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ പോരാട്ടം. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരുപാട് വിവാദങ്ങൾ, പാകിസ്ഥാന്റെ യു-ടേൺ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ നിലപാട് മാറ്റങ്ങൾ എല്ലാം കണ്ടു. അങ്ങനെ അവസാനം ഈ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് നടക്കുകയാണ്. 15-ാം തീയതി മത്സരം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയായിരുന്നു. അതിനൊടുവിൽ മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹസ്തദാനമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചിരുന്നു മത്സരത്തിന്റെ സമയത്ത് ടോസ് ടൈമിൽ ഹസ്തദാനം ഉണ്ടായിരിക്കുമോ. കാരണം സൂര്യകുമാർ യാദവ് തന്നെ തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ് ഹസ്തദാനം നൽകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ചെയ്യും, 24 മണിക്കൂർ കൂടെ അല്ലേ ഉള്ളൂ, നമുക്ക് കാണാം, നിങ്ങൾ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി അടുത്ത ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം ഹസ്തദാനത്തെ കുറിച്ച് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അത് ഉണ്ടാവോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കൂട്ടത്തില് 2-3 റൈവൽറി പോയിന്റ് നമ്മൾ ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ക്യാപ്റ്റനായ സൽമാൻ ആഖ്ര പറയുന്നു അഭിഷേക് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാൽ കൊള്ളാമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ സൂര്യകുമാർ യാദവ് മറുപടി പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ അഭിഷേക് ശർമ്മയെ കളിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൈവൽറി ഈ മത്സരത്തിന് മുൻപേ തന്നെ ഇങ്ങനെ 2 ക്യാപ്റ്റന്മാരും പരസ്പരം ഒരു പോരടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ ക്യാപ്റ്റൻ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഹസ്തദാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സൂര്യകുമാർ യാദവ് അതിന് മറുപടി പറയുന്നത് നിങ്ങൾ കാത്തിരിക്കും എന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും നിറഞ്ഞൊരു സസ്പെൻസ് ഇപ്പോഴും അവസാനിക്കുന്നുണ്ട്. ഇനി ടീം ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം 7-1 എന്ന രീതിയിലാണ് T20യിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പോരാട്ടം നിൽക്കുന്നത്. 7 മത്സരങ്ങൾ ഇന്ത്യ ജയിക്കുന്നു, 1 മത്സരം മാത്രം പാകിസ്ഥാൻ ജയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ കൊളംബോയിലാണ് ഈ മത്സരം നടക്കുന്നത്. പാകിസ്ഥാന്റെ കഴിഞ്ഞുള്ള 2 മത്സരങ്ങളും ഇതേ T20 ലോകകപ്പിൽ നടന്നത് കൊളംബോയിൽ വെച്ചാണ്. കാരണം നമുക്കറിയാം പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയിൽ വന്ന് കളിക്കുന്നില്ല. അപ്പോൾ ഒരു ഫേവറേറ്റ്സ് ആയിട്ട് ഈ ടീമിൽ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല ഈ ഗ്രൗണ്ടിന്റെ വിസ്തീർണം ഏകദേശം 70 മീറ്റർ 70 മീറ്ററോളം നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ല വലിയ ബൗണ്ടറികളാണ്. അതിനകത്ത് നിന്ന് റൺസ് കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും കൂടുതൽ അവര് റിലൈ ചെയ്യാൻ പോകുന്നത് സ്പിൻ അറ്റാക്കിലാണ്. സ്പിൻ അറ്റാക്കിൽ നമ്മൾ 4 സ്പിന്നേഴ്സ് ആണ് പാകിസ്ഥാൻ വരാൻ പോകുന്നത്. കൂടുതൽ ഒരു പേസറായ ഷഹീൻ ഷാ അഫ്രീദി. ഈ 4 സ്പിന്നേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും ഉറ്റുനോക്കേണ്ട ഒരു സ്പിന്നർ ഉസ്മാൻ താരിഖാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ഉസ്മാൻ കളിക്കുന്ന ബൗളറുടെ ആക്ഷനെ കുറിച്ചാണ്. ആ ഉസ്മാൻ താരിഖിനെ പഠിക്കാൻ വേണ്ടി മാത്രം നെറ്റ്സിൽ സൂര്യകുമാർ യാദവ് ബൗളിംഗ് നമുക്ക് കാണാം. ഉസ്മാൻ താരിഖിന്റെ അതേ ആക്ഷനിൽ ശിവം ദുബൈക്കും ഇഷാൻ കിഷനും ഒക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പഠിക്കുകയാണ് പാകിസ്ഥാൻ ബൗളേഴ്സിലെ ഇന്ത്യൻ താരങ്ങൾ എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആ ഗ്രൗണ്ടിൽ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ മഴ ഭീഷണി ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും മഴ ആ മത്സരത്തെ തട്ടിയെടുക്കാനുള്ള സാഹചര്യം നിലവിലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഇല്ല. എന്നാൽ പോലും ഒരു ഓവർകാസ്റ്റ് ആയിട്ടാണ് നിലവിൽ നിൽക്കുന്നതെങ്കിൽ പോലും ഡ്യൂ ഫാക്ടർ കുറവായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഡ്യൂ ഉണ്ടായിരുന്നില്ല. ഇതേ T20 ലോകകപ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം കണ്ടതാണ് ഓസ്ട്രേലിയ വേഴ്സസ് സിംബാബ്വെ ഓസ്ട്രേലിയ അട്ടിമറിക്കുന്ന കാഴ്ച കണ്ടത് ഇതേ ഗ്രൗണ്ടിലാണ്, ഇതേ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചാണ്.
നാളുകൾക്ക് മുമ്പ് സിംബാബ്വെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയും കൂടെ കണ്ട ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മത്സരം പ്രധാനമായി നടക്കാൻ പോകുന്നത് എന്നത് കൂടിയുണ്ട്. ഇന്ത്യൻ ടീം ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും സഞ്ജു സാംസൺ മിസ് ഔട്ട് ചെയ്യും. അഭിഷേക് ശർമ്മ ടീമിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ ഉറപ്പായിട്ടും സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ അതോട് നമീബിയക്ക് എതിരായ മത്സരത്തിൽ മാത്രമായിട്ട് സഞ്ജു ഒതുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ സഞ്ജു പുറത്താവുന്നു, അഭിഷേക് ശർമ്മ വരുന്നു. കൂട്ടത്തിൽ ഈ റിങ്കു സിംഗിനെ മാറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് ഫോം ഔട്ട് നിൽക്കുകയാണ് റിങ്കു. അപ്പൊ റിങ്കുവിനെ മാറ്റിക്കൊണ്ട് ഒരു എക്സ്ട്രാ സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഒന്നുകിൽ റിങ്കുവിനെ മാറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അർഷദീപ് എന്ന പേസ് ബോളറെ മാറ്റിക്കൊണ്ട് നിലവിലത്തെ കൊളംബോയിലെ സ്പിൻ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്പിന്നറിനെ ഒരു എക്സ്ട്രാ സ്പിന്നറായി വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ ഇന്ത്യക്ക് ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അർഷദീപ് സിംഗ് പുറത്തിരിക്കാം. ടഫ് കോൾ ആണ്. അർഷദീപ് ലീഡിംഗ് പേസറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒന്നുകിൽ അർഷദീപ് മാറിയേക്ക, അല്ലെങ്കിൽ സ്വാഭാവികമായി റിങ്കു സിംഗ് മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിലവിൽ ടീം ഫോർമേഷൻ പോകുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന 4 സ്പിന്നേഴ്സ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ എൻകൗണ്ടേഴ്സ് നമുക്കറിയാം ഒരു 1 സൈഡ് ഫേവറേറ്റ് ആയിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. 7-1 അതാണ് നിലവിൽ നിൽക്കുന്നത്. 7 മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, 8 മത്സരങ്ങൾക്കെതിരെ പാകിസ്ഥാനെതിരെ. പക്ഷെ ഇത്തവണ പാകിസ്ഥാൻ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് സൈഡാണ്. പ്രത്യേകിച്ച് അവരുടെ തുടക്കത്തിൽ അവർക്ക് ഏറ്റവും നല്ല സ്റ്റാർട്ട് കൊടുക്കാൻ ഷഹീദ് ഷാ ഫർഹാൻ എന്ന് പറഞ്ഞ ഒരു ബാറ്റർ ഉണ്ട്. ഇപ്പൊ നിലവിൽ T20 ലോകകപ്പിൽ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ എടുത്തിരിക്കുന്ന ഒരു ഓപ്പണർ ഷഹീദ് ഷാ ഫർഹാനാണ്. ഷഹീദ് ഷാ ഫർഹാനും സൈം അയ്യൂബും ചേർത്ത് പാകിസ്ഥാൻ നല്ല തുടക്കം ഉണ്ടാക്കാം. അതിന്റെ കൂട്ടത്തിൽ ബാബർ അസറും കൂടി വരികയാണെങ്കിൽ ഒരു ശക്തമായ ടീം തന്നെയാണ് പാകിസ്ഥാൻ. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ചൊവ്വാഴ്ച. ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരെ ക്ഷണിച്ച് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. നരേന്ദ്രമോദി പങ്കെടുക്കില്ല. അതേസമയം രാജ്യതാൽപര്യങ്ങൾ മുൻനിർത്തിയാകും ബംഗ്ലാദേശിന്റെ വിദേശ നയമെന്ന് താരിഖ് റഹ്മാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ് സുധാ ബിജു, ഇനി ഞങ്ങളെ പരിഗണിക്കേണ്ടത് ഇന്ത്യക്കൊപ്പമായിരിക്കണം എന്നാണ് താരിഖ് റഹ്മാന്റെ പരാമർശം കഴിഞ്ഞ ദിവസം. അതായത് മറ്റു രാജ്യങ്ങളോടുള്ള അതേ ബന്ധമേ ഇന്ത്യയോടുണ്ടാകൂ, അല്ലാതെ പ്രത്യേക ഒരു പരിഗണനയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായി നയം വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുമായി അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ എന്നും കൂടി നമ്മൾ കരുതണം. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഈ BNP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പഴയ നയങ്ങൾ, അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഒരു പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ പലപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ബംഗ്ലാദേശിൽ എപ്പോഴും ഒരു ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദം പുലർത്തിയിരുന്നത് അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന നേതാവിൻ്റെ കാലത്തായിരുന്നു ഇന്ത്യയുമായി ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം പുലർത്തിയിരുന്നത്. BNP പലപ്പോഴും ഇക്കാര്യത്തിൽ അവരെ പരസ്യമായി തന്നെ എതിർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അവരുടെ നേതാക്കൾ അധികാരത്തിൽ എത്തുമ്പോഴാണെങ്കിലും ഈ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പലപ്പോഴും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ താരിഖ് റഹ്മാൻ എന്നാലിപ്പോൾ ഒരു നിലപാടുകളിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു മൃദുത്വം ഈ തുടക്ക സമയത്ത് പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഒരു വിദേശ നേതാവിനെ ബംഗ്ലാദേശ് ക്ഷണിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റിനെയും എല്ലാം ഈ പുതിയ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ചൊവ്വാഴ്ച നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. കാര്യം ഈ ചൊവ്വാഴ്ചയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഈ AI സബ്മിറ്റ്, ഡൽഹിയിൽ നടക്കുന്ന AI സബ്മിറ്റിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വരുന്നത്. അതുമാത്രമല്ല പുതിയ റഫാൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ നടന്നേക്കുമെന്നാണ് വിവരം. അപ്പോൾ ഇത്ര നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പങ്കാളിത്തം ബംഗ്ലാദേശിൻ്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കാണില്ല. ചിലപ്പോൾ മറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള മറ്റ് വ്യക്തികളെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളോ ചിലപ്പോൾ പങ്കെടുക്കാം. ഇക്കാര്യത്തിലും നിലവിൽ വ്യക്തതയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ നയതന്ത്ര പ്രതിനിധികളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. കടുത്ത രീതിയിലുള്ള ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, അതുപോലെ തന്നെ അവിടെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബംഗ്ലാദേശിൽ പരക്കെ തന്നെ നടന്നിരുന്നു. അവിടെയുള്ള ഒരു ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ആ ഒരു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കും BNP സ്വീകരിക്കുക എന്ന് താരിഖ് റഹ്മാൻ അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ BNP ഈ അധികാരത്തിലെത്തുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഈ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് മതസ്ഥർക്കും അത് ചിലപ്പോൾ ഒരു ആശ്വാസമായേക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള ആ ഉറപ്പ് അധികാരത്തിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും പാലിക്കുക
എന്നുള്ളത് നിർണായകം തന്നെയാണ്. ചൈനയുമായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലും ഒരു പച്ചക്കൊടി തന്നെയാണ് താരിഖ് റഹ്മാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇന്ത്യക്ക് ചെറിയൊരു ആശങ്ക പകരുന്ന കാര്യം തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള ഒരു യാത്രയിൽ ബംഗ്ലാദേശിൻ്റെ നിലപാടുകൾ എങ്ങനെയാകും, അവരുടെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാകും എന്നതെല്ലാം തീർച്ചയായിട്ടും നിർണായകമാണ്. അവിടെയുള്ള എന്താകും ബംഗ്ലാദേശിന്റെ പുതിയ ഭരണകക്ഷിയുടെ ഇന്ത്യ നയം എന്നുള്ളത്. കേരള കോൺഗ്രസിനെ ഉള്ളിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന് ജോസ് കെ മാണി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോസ്റ്റർ വെച്ച ആൾക്കല്ല, വെയ്പ്പിച്ചവർക്കാണ് മാനസിക പ്രശ്നമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഒരു കാര്യം, ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയും അത് തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് 3ാം തവണയും ചെന്നെത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. കേരള കോൺഗ്രസിലേക്ക് ആ വിവാദമായി കൊണ്ടുവന്ന് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അത് കൃത്യമായ മറുപടി കൊടുത്തു. അതിന്റെ കവാടവും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്റെ ഏറ്റവും നല്ല സുഹൃത്തും എന്റെ ഒരു സഹോദരനുമായ റോഷി അഗസ്റ്റിൻ ഇരിക്കുക. അപ്പോൾ പാർട്ടിക്കകത്തെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നെറേറ്റീവ് കൊണ്ട് എത്തിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും. ജോസ് കെ മാണി മത്സരിക്കരുതെന്നല്ല പറഞ്ഞത്. ഇവിടെ ഹരിപ്പാടിന് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ പറവൂരും മത്സരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. ജോസ് കെ മാണി മത്സരിക്കും എന്ന് പറയുമ്പോൾ വിഷമമായി. അപ്പോൾ അതിലേക്ക് ആ നരേറ്റീവ് കൊണ്ട് എത്തിച്ചു. എന്തിനാണ്? ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊരിടങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുതുപ്പള്ളിയിലുള്ള വിവാദം. പുതുപ്പള്ളിയിലുള്ള വിവാദം നിങ്ങൾ മനസ്സിലാക്കി കാണും. അവിടെ എന്താണ് ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത്, കണ്ടയാളാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അതെടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അതിന് ജോസ് കെ മാണി മറുപടി പറയണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ടവര് അത് പോസ്റ്റ് ചെയ്യുന്നു. അന്വേഷിച്ചപ്പോൾ അത് മാനസിക രോഗിയാണെന്ന് പറയുന്നു. അത് മാനസിക രോഗിയല്ല കൊണ്ട് വെച്ചത്, അത് വെപ്പിച്ചയാളാണ് മാനസിക രോഗി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. രമേശ് ചെന്നിത്തലയെ പരിഹസിച്ചു മന്ത്രി പി രാജീവ്. പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നതാണ് അപകടം, വെളിച്ചത്തിരിക്കുന്നതാണ് അപകടം, പവർ കട്ടാണ് നല്ലത്, ഇതൊക്കെയാണ് പുതിയ സിദ്ധാന്തമെന്ന് രാജീവ് പറഞ്ഞു. ഇപ്പൊ തന്നെ ഒരാൾ പറഞ്ഞില്ലേ, പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നതാണ് അപകടം, അവസാന പരീക്ഷയുടെ തൊട്ട് മുമ്പത്തെ ആഴ്ച കൊടുത്താലേ കുട്ടികൾ നന്നായി പഠിക്കുള്ളൂ എന്ന സിദ്ധാന്തം വന്നില്ലേ. ഞാൻ അടുത്താണ് പറയാൻ പോകുന്നത്, വെളിച്ചത്തിരിക്കുന്നതാണ് അപകടം, പവർ കട്ടാണ് നല്ലത്. അതാണ് പറയാൻ പോകുന്നത്. അടുത്ത കാഴ്ചപ്പാട് എല്ലാത്തിനെയും തോന്നില്ല. ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ തുടർച്ചയിൽ പറയുന്നത് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ BJP ആയിരിക്കും. അത്രയുള്ള കോൺഗ്രസ്. നമുക്കിനി ഒരു ഇടവേളയാണ്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ VV രാജേഷാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇന്നത്തെ രാജേഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം മടങ്ങി വന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വികസനത്തിലൂന്നി വികസനം ലക്ഷ്യം വെച്ച് ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജനപ്രതിനിധികൾക്കും ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉൾക്കാഴ്ച നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ രാജേഷിനോട് സംസാരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ഒരുപക്ഷെ ആദ്യമായിരിക്കും പ്രധാനമന്ത്രി ഇത്രയധികം ജനപ്രതിനിധികളെ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവരെ ഒരുമിച്ച് കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. BJP ദേശീയ തലത്തിൽ തന്നെ തിരുവനന്തപുരത്തെ വിജയം വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയും ആ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് സന്ദർശനത്തിന് ശേഷം തോന്നുന്ന ഒരു വികാരം? കേരളത്തിലെ ഇത്തരം പഞ്ചായത്ത് മെമ്പർമാരുടെ സമ്മേളനങ്ങൾ പ്രധാനമന്ത്രി മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ ഇത്രയും ജനപ്രതിനിധികളെ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരുമിച്ച് കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ നേതൃത്വം പ്ലാൻ ചെയ്തനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എന്നാൽ ഇത് പ്രധാനമന്ത്രിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലെ ഈ വിജയം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ മാറ്റമാണ്.
ഇന്നിപ്പോൾ രാവിലെ താങ്കളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴേക്കും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വീട്ടിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2 കൗൺസിലർമാരുൾപ്പെടെ ഒരു സംഘമുണ്ട്. അവിടെ നിന്നിട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി തിരുവനന്തപുരം മേയറുമായിട്ടും കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് അവരുടെ ഫോണിൽ നിന്ന് ഞാൻ CM ആയിട്ട് സംസാരിച്ചിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാലയും ബഡ്ജറ്റൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇങ്ങ് വന്നത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ ഇൻഡോറും മറ്റുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ സമയം ഗോവയിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും പിന്നെ ഗുജറാത്തിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ അവിടുത്തെ കോർപ്പറേഷനുകളുടെ വിവിധ പ്രവർത്തനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇരുന്നിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഈ പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിമാർ, അതായത് സംസ്ഥാന മുഖ്യമന്ത്രിമാർ തന്നെയാണ് ഇവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നതും ഉദ്യോഗസ്ഥരെ ഏർപ്പാട് ചെയ്യുന്നതും. അപ്പോൾ ഇന്ത്യയിലൊരു 8-10 സംസ്ഥാനങ്ങളിൽ ഇതേ സമയക്കായി ഈ പ്രോസസ്സ് നടക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുൻകൈ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഒരു കോർപ്പറേഷനിലെ ഭരണം BJPക്ക് ലഭിച്ചപ്പോൾ ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും നിലനിൽക്കുന്ന ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു തരാൻ വേണ്ടി ഒരു രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ ദേശീയ BJPയും കേന്ദ്ര ഗവൺമെൻറ്റും എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ, 2 കേരളത്തിലെ BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെ ഒരു ഡെഡിക്കേഷൻ. ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്താജി ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സെഷൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ വിഷമം ഉണ്ടാവുമല്ലോ. അവർ വീട്ടിൽ ചെന്നപ്പോഴേക്കും മഹിളാ മോർച്ചയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷ ഭാരതി ശ്രീനിവാസൻ പോയിട്ട് പറഞ്ഞത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പ്രവർത്തകർ മത്സരിച്ചിട്ട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ തോൽക്കുന്നു, അവർ വീണ്ടും മത്സരിക്കുന്നു. കാരണം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം. നമുക്ക് ഇവിടെ ഭരണം കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാം, ഈ രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ അങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് തീർച്ചയായിട്ടും ഈ സന്ദർശനം. ഈ പ്രധാനമന്ത്രി നിർദ്ദേശപ്രകാരമാണോ ഈ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എനിക്കൊന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ എല്ലാവരും മടങ്ങിയവരായിരുന്നാണല്ലേ? ഞങ്ങൾ ചിലരെ മാത്രമാണ് ഇന്നലെ രാത്രി ഒരു 8-9 പേരാണ് ഞങ്ങളിങ്ങി പോകുന്നത്. ബാക്കി എല്ലാവരും ഞങ്ങളൊക്കെ ഇന്നലെ രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിരുന്നതാണ് ഈ 48 പേർക്ക്. അപ്പോഴാണ് അവിടെ ചർച്ചകൾ നടന്നപ്പോഴേക്കും പ്രധാനമന്ത്രിയുടെയും ദേശീയ BJP പ്രസിഡന്റ് നിതിൻ നവീൻജിയുടെയും കൂട്ടായ ചർച്ചയിൽ നിന്ന് ഒരാശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ കൗൺസിലർമാർ എന്തായാലും നമ്മൾ 3-4 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളിലാണല്ലോ ഡീപ്പായിട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നേരിട്ട് പോയി അവരൊന്ന് കാണട്ടെ. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം എത്തേണ്ട ആൾക്കാരെ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് ഞങ്ങളോട് മാർച്ച് 3 പൊങ്കാല കഴിഞ്ഞിട്ട് ആറ്റുകാൽ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥരെയും കൂട്ടി ഞങ്ങൾ പോകും. ഈ പ്രധാനമന്ത്രി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് വളരെ അടുത്ത് മൈക്കൊക്കെ പിടിച്ച് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങൾ, അത് വളരെ കൗതുകം തോന്നി. എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് അത് ചില സമയത്ത് അധ്യാപകനെന്ന് തോന്നാം, ചില സമയത്തൊരു ജ്യേഷ്ഠ സഹോദരനെന്ന് തോന്നാം, ചിലപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ്, ചില ഘട്ടങ്ങളിൽ ഒരു വലിയ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പല തരത്തിലും പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളുണ്ടായി. ഇപ്പോൾ നിർദ്ദേശങ്ങളുടെ രൂപത്തിലായാലും തമാശയുടെ രൂപത്തിലായാലും ശാസനയുടെ രൂപത്തിലായാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് പല തരത്തിലും പ്രധാനമന്ത്രി. അപ്പോൾ 25 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യയിൽ ഇരുന്ന ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അങ്ങനെ അതും വിജയകരമായി അദ്ദേഹത്തിൽ നിന്നും വരുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് അത്രത്തോളം പ്രചോദനം നൽകുന്നതാണ്. അതായത് അദ്ദേഹം തന്ന പ്രധാനമായും ഊന്നിയത് കേരളവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് നൽകിയ സന്ദേശം എന്താണ്? ഏത് രീതിയിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനൊരു പ്രത്യേക കാഴ്ചപ്പാട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അദ്ദേഹം തന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ആശയം സ്വീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ആദ്യം നമ്മൾ പരിഗണന രാജ്യത്തിന്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക്, സമൂഹത്തിന്, അങ്ങനെ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ നിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു സന്ദേശമാണ് എനിക്ക് അതിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം എത്രത്തോളം നമ്മൾ അനുകമ്പയോടെ സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കുമോ, ഇതായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം. ഇതിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിലുള്ള രാഷ്ട്രമായി കൊണ്ടുചെല്ലേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഓരോന്നും കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലെ അദ്ദേഹം വലിയൊരു ക്യാൻസർ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഏതൊക്കെയാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്,
അത് ശരിക്കും സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിനിധികൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മുഴുവൻ പ്ലാനിൽ നിന്നും വ്യത്യാസം വരുത്തിയിട്ട് ഇന്നലെ രാത്രി എല്ലാവരും വീട്ടിലേക്ക് വരാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന 115 പേർക്കും ആ ടിക്കറ്റിൽ പലർക്കും ഒരു 8-9 ടിക്കറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ 8-10 സംസ്ഥാനങ്ങളിൽ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കാം. അല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഒരു പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യാൻ മെഷീനറി ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പദ്ധതി പറയുകയും അത് BJP ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ആ പ്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള സംഘടനാ സംവിധാനവും മറ്റ് അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെയും ജനറൽ സെക്രട്ടറിയുടെയും ഒക്കെ ഓഫീസിലുള്ള മെഷീനറി വർക്ക് ചെയ്യുമല്ലോ. അത് ഒരു ഡയറക്ഷൻ കൊടുത്താൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അത് വർക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ജനപ്രതിനിധികളുമായി ഇൻട്രാക്ട് ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി കൊടുത്തിട്ട് ഇപ്പോൾ വഡോദരയിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മെഷീനുണ്ട്, അല്ലെങ്കിൽ സൂററ്റിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ പറയുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം ഒരു പ്രധാനമന്ത്രി ഇടപെട്ട് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പോയിട്ട് ഇവർ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു വിജയകരമായ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് വരികയാണ് കണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ പോയ എല്ലാ ആൾക്കാർക്കും അതാത് സ്ഥലങ്ങളിലുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരും അവരുടെ OSD ഇതേ സ്ഥലങ്ങളിലുള്ള എഞ്ചിനീയർമാർ അവരുടെയൊക്കെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഡയഗ്രാം പരമാവധി ഒരു വീഡിയോ എടുക്കും, വീഡിയോ ഷൂട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കും, ഇതിൻ്റെ പേപ്പറുകൾ അവർ വാങ്ങും. ഈ പോയ ജനപ്രതികളൊക്കെ തന്നെ അവർ തിരിച്ചവരുടെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ എത്തിയതിനു ശേഷം ഇതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് പോയ കൗൺസിലർമാരൊക്കെ വന്ന ഉടൻ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അടങ്ങുന്ന ഞങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും, നമുക്കേതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ വിശദമായി. ഇങ്ങനെയാണല്ലോ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. ഈ പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷ നിറവേറ്റേണ്ട വലിയൊരു കടമയും മേയർ എന്ന നിലയിൽ താങ്കൾക്കുണ്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട്. ഞങ്ങളുടെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് ഞങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ സഹായമുണ്ട്, ഞങ്ങളുടെ സീനിയർ നേതാക്കന്മാരുടെ ഉപദേശമുണ്ട്, അണികളുടെ പിന്തുണയുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പരമാവധി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളുമായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ഭരണസമിതി അധികാരമായിട്ട്, എങ്കിലും കുറേ പദ്ധതികളിൽ കാര്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചോ? കാരണം ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ അങ്ങ് വന്ന് 11:30 മണിക്കാണ് നമ്മൾ 11 മണിക്കാണ് നമ്മൾ കാണാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങ് വന്നിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് 12 മണിക്കാണ്. അപ്പോൾ അങ്ങ് 1 മണിക്കൂർ അങ്ങ് എൻ്റെ റൂമിലുണ്ടായിരുന്നു. ഈ 1 മണിക്കൂർ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് തെരുവ് നായ്ക്കളെ ഞങ്ങൾ മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ അടുത്ത സ്റ്റെപ്പ് ABC. ഇപ്പം ഞങ്ങൾക്ക് ABC എന്ന് 2 ഞങ്ങൾ കോർപ്പറേഷൻ്റെ കേന്ദ്രങ്ങൾ, ഒരു പോർട്ടബിൾ ABC സെൻറ്ററിൽ ഒരു 400 തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഞാൻ ചർച്ച നടത്തുകയായിരുന്നു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ചാനൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എനിക്കൊന്ന് പുറത്ത് പോകണം ഒരു 2 മണിക്കൂറത്തേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഇരിക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്യണം, പട്ടത്തവരുടെ ഓഫീസിൽ അവർ വെയിറ്റ് ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ടും എൻ്റെ വെറ്റിനറി സർജനാണ് തൊട്ടടുത്തുനിന്ന് ഡോക്ടർ ശ്രീരാഗ്, അദ്ദേഹം ഒന്ന് വന്നിരിക്കുകയാണ്. ഇത് സെക്കൻഡ് സാറ്റർഡേ, അദ്ദേഹത്തെ അവർക്ക് അവധിയാണ്, എന്നിട്ടും അദ്ദേഹം സഹകരിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇരിക്കുന്നത് ഈ നായ്ക്കളെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന ഷെൽട്ടർ കാണാനായിട്ട് അവരൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞതിട്ടിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊരു 2 ഏക്കർ സ്ഥലം ലീസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സ്ഥലം ഞങ്ങൾ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. അവിടെ ഷെൽട്ടർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ആ ഫണ്ട് കിട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരു നിമിഷം ഇന്നലെ വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ നമ്മൾ അടുത്ത ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ച ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞങ്ങൾ ഈ 45 ദിവസം കൊണ്ട് ഇപ്പോൾ ഇതേ സമയത്ത് ഇത് താങ്കളുടെ ചാനൽ ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ നേരെ പോകുന്ന ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് റോഡുകളുടെ പണി 15-ാം തീയതിക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പുരോഗതി വിലയിരുത്ത എഞ്ചിനീയർമാർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആ റോഡുകളാണ് ഞങ്ങൾ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ പോവുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലോടി ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ പരമാവധി സമയം പ്രയോജനപ്പെടുത്തി ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സ്വപ്നം, ജനങ്ങളുടെ പ്രതീക്ഷ അത് സാക്ഷാത്കരിക്കാനുള്ള യത്നത്തിലാണ് ഞങ്ങൾ. ഈ വർഷങ്ങളോളം ഭരിച്ച ഒരു ഭരണസമിതിയിൽ നിന്നാണ്, ഒരു പാർട്ടി ഭരിച്ച ഭരണസമിതിയിൽ നിന്നാണ് രാജേഷ് ഇത് ഏറ്റെടുക്കുന്നത്. എന്തെങ്കിലും ഒരു തടസ്സം, ഈ കാര്യങ്ങൾ സിസ്റ്റം നന്നായി പോകാനുള്ള ഒരു ഷിഫ്റ്റിൻ്റെ ഒരു പ്രശ്നം അതിപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്? ഉദ്യോഗസ്ഥരങ്ങനെ പർപ്പസ്ഫുള്ളി ഞങ്ങളുടെ ഭരണത്തിനെ തകിടം മറിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും പ്രതിഫലിച്ചിട്ടില്ല. ഒരുപക്ഷേ ആശയപരമായ വ്യത്യസ്തം കൊണ്ട് ആരുടെയെങ്കിലൊക്കെ ഉള്ളിലൊരു പക്ഷേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്ത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രത്യക്ഷമായിട്ടൊരു ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതായിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളോട് ഉദ്യോഗസ്ഥർ പരമാവധി സഹകരിച്ച് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തുന്നത്, സഹകരിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു 45 വർഷത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നും പുതിയൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങൾക്കോ
ഭരണത്തിനോ അത് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ബോധപൂർവ്വം ആരും തടസ്സം ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനോ അവർക്ക് വ്യത്യസ്തമായ ആശയമാണ് പിന്തുടർന്നതെന്ന് വെച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയില്ല. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത് ഇപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ട് മടങ്ങി വന്നതാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സഹായം തിരുവനന്തപുരം കോർപ്പറേഷന് പ്രത്യേകിച്ച് ഉണ്ടാകും. പല പദ്ധതികൾ ബജറ്റിലൊക്കെ പ്രതീക്ഷിച്ചൊന്നും നടന്നില്ല. അത് എന്തെങ്കിലും ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല? അല്ല, അതിപ്പോൾ മാധ്യമങ്ങളും പലരും പ്രതീക്ഷിക്കുക, വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും, വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ തന്നെ സ്വീകരിക്കുന്നത് മറ്റൊരു മാർഗ്ഗമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തൊക്കെയാണ് ആവശ്യം അത് അതാത് വകുപ്പുകളുമായി സംസാരിച്ചിട്ട് നേടിയെടുക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും നടത്തിക്കൊണ്ട് ഉദാഹരണമാണ്, തെരുവ് നായ്ക്കളെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അത് അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ന്യൂനപക്ഷ ക്ഷേമത്തോടൊപ്പം അനിമൽ ഹസ്ബൻഡറി ഉണ്ട്. അനിമൽ ഹസ്ബൻഡറിക്ക് ചില വകുപ്പുകൾ വഴി നമുക്ക് നായ്ക്കളുടെ ഷെൽട്ടറും ABC പ്രോഗ്രാമും ചെയ്തു തരുവാനുള്ള ഫണ്ടുണ്ട്. അത് നേടിയെടുക്കുവാൻ ചെന്നപ്പോഴേക്കും വാതിൽ ഓപ്പണാണ്, അത് നേടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററുമായിട്ട് ഇന്നലെ സംസാരിച്ചു. PMA പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നില്ല. അതുകൊണ്ട് രണ്ടാം ഘട്ടം ഇവിടെ ഒരു വീട് കൊടുക്കാൻ പറ്റുന്നില്ല. 2000 പേർ എലിജിബിൾ ആയിട്ടുള്ള 2000 പേർക്ക് വസ്തു കൊണ്ട് എല്ലാ റെക്കോർഡ്സും ഒക്കെയാണ്. അടുത്ത ഘട്ടം ഒപ്പിട്ടാൽ മാത്രമേ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 40,000 രൂപ കൊടുത്തിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ സാധിക്കുള്ളൂ. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു. ഇതിനെങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യാം? മനോഹർലാൽ ഖട്ടാർജിയുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ അടുത്ത ദിവസം ഉണ്ടാവും. ഇപ്പോൾ JP നഡ്ഡാജിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാത്രിയുടെ ഞങ്ങൾ കൂടിക്കാഴ്ച. JP നഡ്ഡാജിയായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നഡ്ഡാജിയെ 10-20 വർഷം കൊണ്ടേ അറിയാം. അപ്പോൾ നഡ്ഡാജിയുമായിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിച്ചു. അപ്പം നഡ്ഡാജിയുടെ ആരോഗ്യവകുപ്പ് വഴി ഞങ്ങൾക്ക് ഒരിക്കലും ഈ കോർപ്പറേഷൻ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സഹായം അത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് കോർപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇടപെടാനായിട്ട് പറഞ്ഞു. അതായത് ഒരു വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് വാർത്തയാകുമെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾ സ്വീകരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഏതൊക്കെ മന്ത്രാലയങ്ങളിൽ നിന്നാണ് ഓരോരോ ഏരിയയിൽ ഗുണം കിട്ടുന്നത് ആ മന്ത്രിമാരെ സമീപിച്ചുകൊണ്ട്, ആ മന്ത്രാലയങ്ങളെ സമീപിച്ചുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് നേടിയെടുക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷ കൂടുകയാണ്. ഡൽഹിയിലൊക്കെ പോയിട്ട് കൂടി. അത് രാഷ്ട്രീയപരമായി ഭരണസമിതി മാറിയതിൻ്റെയാണ്. നേരത്തെ നേടിയെടുക്കാവുന്ന ആനുകൂല്യങ്ങളായിരുന്നല്ലോ ഇതൊക്കെ. അപ്പോൾ അതിനകത്തൊരു വീഴ്ച വന്നു എന്നൊരു ആരോപണമുണ്ടോ? ഞാൻ ആരോപണത്തിനൊന്നും മുതിരുന്നില്ല. ചെയ്യാമായിരുന്നു, ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകളൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അതോ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിനെ സമീപിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ സംസ്ഥാന സർക്കാർ വഴി എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊക്കെ ആവശ്യപ്പെടും. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് 1-2 ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കണ്ടത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇപ്പോൾ KSRTCയുടെ സ്മാർട്ട് സിറ്റിയുടെ ഇലക്ട്രിക് ബസ്സുകൾ അത് ഇട റോഡുകളിലൂടെ പോകണം. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ട കാര്യം ആവശ്യപ്പെട്ടു. ഗതാഗത വകുപ്പ് മന്ത്രി അതിൽ ഇടപെട്ടിട്ട് ഞങ്ങൾ നേടിയെടുത്തു. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന അതേ മാനസികാവസ്ഥയോടെ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെയും സമീപിക്കും. മനോഭാവത്തിൽ വ്യത്യാസമുണ്ടോ? സമീപിക്കും. നമുക്കറിയാം, ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി മേയർ എന്നുള്ള നിലയ്ക്ക് വികസനം എവിടെ നിന്നൊക്കെ സഹായം എവിടെ നിന്നൊക്കെ കിട്ടുമോ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചാലും BJP സർക്കാർ ഭരിച്ചാലും മറ്റൊരു സർക്കാർ ഭരിച്ചാലും വികസനത്തിനുള്ള സഹായം എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ ആവശ്യപ്പെടും. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കാര്യം ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തു തരില്ല എന്നുള്ള നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടും, കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേടിയെടുക്കും. ഇനി എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കും. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. വലിയ ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത്. തീർച്ചയായും. അപ്പോൾ അതിൻ്റെയുള്ള പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും. ശരി, നന്ദി. നമസ്കാരം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിൻ്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 99% ജോലികളും AI കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ്വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും AI സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റീവൻ ബാൾടെസ്റ്റിന്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ CEO എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് യാംപോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2027ഓടെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI യാഥാർത്ഥ്യമാകും.
നിലവിലുള്ള AI സംവിധാനങ്ങൾ ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ AGI എന്നത് മനുഷ്യന്റെ തലച്ചോറിന് ചെയ്യാൻ കഴിയുന്ന ഏതൊരു ബൗദ്ധിക ജോലിയും അതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒന്നായിരിക്കും. ഇത് സംഭവിക്കുന്നതോടെ മനുഷ്യൻ ചെയ്യുന്ന ജോലികളിൽ ബഹുഭൂരിപക്ഷവും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം സംജാതമാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ജോലികളായിരിക്കും ഇതിൽ ആദ്യം ഇല്ലാതാകുകയെന്നും തുടർന്ന് റോബോട്ടിക്സ് രംഗത്തെ മുന്നേറ്റങ്ങളോടെ ശാരീരിക അധ്വാനം ആവശ്യമായ ജോലികളും AIയുടെ നിയന്ത്രണത്തിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കാനോ സഹായിക്കാനോ ആയിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ AI സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് പഠിക്കുന്നത്. ഇത് തൊഴിൽ വിപണിയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കും. നിലവിലുള്ള AI മോഡലുകൾക്ക് തന്നെ ഏകദേശം 60% ജോലികളെ ബാധിക്കാൻ ശേഷിയുണ്ടെന്ന് യാംപോൾസ്കി ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ 10% തൊഴിലില്ലായ്മ പോലും ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പര്യാപ്തമാണെന്നിരിക്കെ 99% എന്ന കണക്ക് ലോകത്തെവിടെയും വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ടാക്കും. പലപ്പോഴും നമ്മൾ അത്യന്താപേക്ഷിതമെന്ന് കരുതുന്ന പല തസ്തികകളും യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തവയാണെന്നും AGI വരുന്നതോടെ അത്തരം ജോലികൾ സ്വാഭാവികമായും അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഈ മഹാമാറ്റത്തിന് മുന്നിൽ പുനർപരിശീലനം അഥവാ റീട്രെയിനിങ് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ യാംപോൾസ്കി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഒരു പുതിയ തൊഴിൽ പഠിച്ചെടുക്കുന്ന വേഗതയേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ AI ഇറാനുമേൽ US-ന്റെ സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ അടുത്തയാഴ്ച നടക്കും. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ചർച്ച. പരാജയപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ജെറാൾഡ് R. ഫോർഡാണ് ടെഹ്റാൻ ലക്ഷ്യമിട്ട് തമ്പടിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഈ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. പല സമയത്ത് പലതാണ് പറയുന്നത്. ചിലപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു, ചിലപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു, ആക്രമിക്കുമെന്ന് പറയുന്നു, ചിലപ്പോൾ അതുണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് ശുഭസൂചകമാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യഘട്ട ചർച്ചകൾ ഫെബ്രുവരി 6-നാണ് ഇറാനുമായിട്ട് US-ന്റെ നടന്നത്. ഫെബ്രുവരി 6-ന് ആദ്യം നടന്ന ചർച്ചകൾ അത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകളെല്ലാം US നടത്തിയത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഇറാനിലുള്ള ഈ മിസൈൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കണം, അത്തരത്തിൽ കടുത്ത നടപടികൾ ഇറാനെതിരെ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതിനു മുൻപേ ചർച്ചയ്ക്കിടെ തന്നെ നൽകിയിരുന്നു. എന്നാൽ US-ന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആണവ ചർച്ചകളാണ്. അതിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടികൾ എന്ന് പറയുന്നത് പല സമയത്ത് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ യുറേനിയം ഒരിക്കലും വിട്ടുകൊടുത്തുകൊണ്ടുള്ള യാതൊരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല എന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഏതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്ന് അവർ പിന്നീട് അവരുടെ നയം ഒന്ന് മയപ്പെടുത്തുന്ന രീതിയുണ്ടായി. എന്തായാലും ആദ്യഘട്ട ചർച്ചകൾ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് എന്ന് അമേരിക്കൻ പ്രതിനിധികൾ പറഞ്ഞിട്ട് പോലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഭീഷണിയുടെ ഒരു സ്വരമാണ് ഉയർന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഷിങ്ടണിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ ഈ കരാറിൽ ഒരു അന്തിമ രൂപത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇറാന് കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് US-ന്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാൾഡ് R. ഫോറും അതുപോലെ തന്നെ അതിൻ്റെ അകമ്പടി കപ്പലും ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയത്. ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾ നിലവിൽ ജനീവയിൽ വെച്ച് നടക്കും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ചയാണ് ചർച്ച. ഇതും ഒമാൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ ചർച്ചയെ നടക്കുക. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം ഇനി അമേരിക്കയുടെ മറ്റ് നടപടികൾ എന്താകും എന്നുള്ളത് ഇതിന് ശേഷം മാത്രമാകും നമുക്ക് കൂടുതൽ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുക. ശരി അജയ്. സ്വകാര്യ ആശുപത്രികളിലെ ആഗോള ഭീമന്മാർ കൈയടക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യരംഗമാകെ മാതൃകാപരമായ രീതിയിൽ സർക്കാർ മാറ്റിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി. പെരിന്തൽമണ്ണയിൽ EMS സ്മാരക സഹകരണ ആശുപത്രി രജത ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവജാത ശിശുമരണ നിരക്ക് സംസ്ഥാനത്ത് 5% എന്ന നിലയിലാണ്. അമേരിക്കയിൽ ഇത് 5.6% എന്നറിയുമ്പോഴാണ് കേരളത്തിന്റെ നേട്ടം ബോധ്യപ്പെടുകയെന്ന് മുഖ്യമന്ത്രി. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ ലഭിക്കാതിരിക്കാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ നയം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് സഹകരണ ആശുപത്രികളുടെ പ്രവർത്തനവും മാതൃകാപരമാണ്. സഹകരണ മേഖലയിൽ വലിയൊരു പ്രസ്ഥാനമായി പെരിന്തൽമണ്ണ EMS സ്മാരക സഹകരണ ആശുപത്രി മാറിയെന്നും മുഖ്യമന്ത്രി.
സഹകരണ ആശുപത്രിയുടെ പ്രത്യേകത അത് കൂടുതൽ ഉയർന്നു വരണം. നാടിന് ഉപകാരമാണ്, രോഗികൾക്ക് ഉപകാരമാണ്. ഒരുപാട് പേര് ചികിത്സയുടെ ഭാഗമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഇതുപോലുള്ള ആശുപത്രികൾ പ്രധാനമാണ്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രിമാരായ പാലുളി മുഹമ്മദ് കുട്ടി, ടി കെ ഹംസ, നാലകത്ത് സൂപ്പി, MLA-മാരായ നജീബ് കാന്തപുരം, പി നന്ദകുമാർ, മഞ്ഞളാംകുഴി അലി, EMS സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ MP-യുമായ A വിജയരാഘവൻ, നോർക്ക വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മറുപടിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പുതിയതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അതറിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. മറിച്ച് അവിടെ ചർച്ച ചെയ്ത വിഷയത്തോടും തീരുമാനത്തോടും യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. രണ്ടു സമസ്ത ഇല്ലാതെ ചർച്ച ചെയ്തു. ഐക്യത്തിൽ വരാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണെന്നും കാന്തപുരം പറഞ്ഞു. തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. നമുക്കിനി ന്യൂസ് 8-ന്റെ പ്രത്യേക സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. പാലക്കാട് സ്വദേശി ജസ്മി ഫ്രാൻസിസിന്റെ ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ആൻസനാണ്. ആൻസൺ ഞങ്ങളുടെ ഓഡിയോ എഞ്ചിനീയർ കൂടിയാണ്. ന്യൂസ് 8-ന്റെ ആൻസന്റെ ഭാവി വധു കൂടിയാണ് ജസ്മി ഫ്രാൻസിസ്. ജസ്മിക്ക് ന്യൂസ് 8-ന്റെയും ആശംസകൾ. ഇടുക്കി കൊച്ചുകരുന്തരുവിയിലെ ആദം കെ മാത്യുവിൻ്റെ 1ാം പിറന്നാളായിരുന്നു ഇന്നലെ. ആശംസകൾ അച്ഛൻ ഷെബിനും അമ്മ അനുമോളും സഹോദരൻ ആൽഡ്രിനും കുടുംബാംഗങ്ങളും അറിയിക്കുന്നു. ന്യൂസ് 8-ന്റെയും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ നിതിൻ രോഹിണി ദമ്പതികളുടെ മകൾ നൈതിക നിതിൻ്റെ 4ാം പിറന്നാളാണ് ഇന്ന്. നൈതികയ്ക്ക് ആശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു നൊമ്പരമായി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവുകയും ചെയ്ത ആലിൻ ഷെറിന് നാട് വിട നൽകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. സർക്കാരിൻ്റെ എല്ലാ ആദരവും കുട്ടിക്കുണ്ട്. നമുക്കറിയാം, മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സെലിബ്രിറ്റികളും ആലിനെ ഓർത്താണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും ഇട്ടത്. ഇപ്പോൾ മോർച്ചറിയിൽ, മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും. 2 മണി വരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളിയിലെ സെയിൻറ്റ് തോമസ് പള്ളിയിലാണ് ചടങ്ങുകൾ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, എല്ലാവരും ഓർക്കുന്ന കുഞ്ഞ് ആലിൻ 4 പേരിലൂടെ ജീവിക്കുകയാണ്. ചടങ്ങുകൾ, നാടിൻ്റെ ആദരവുണ്ട്. ഒപ്പം വലിയൊരു ജനക്കൂട്ടം മന്ത്രിമാരടക്കമുള്ളവരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആലിന് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആദരത്തോടും കൂടിയായിരിക്കും ആലിൻ്റെ സംസ്കാരം നടക്കുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നതാണ്. അപ്പോൾ നാടിൻ്റെ മുഴുവൻ ആദരമുണ്ടാവും, സംസ്ഥാന സർക്കാരിൻ്റെ ആദരമുണ്ടാവും. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 4 പേരുടെ ജീവൻ നിലനിർത്താൻ
ആലിൻ്റെ അവയവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 4 പേരിലൂടെ ആലിൻ ഇപ്പോൾ ജീവിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് ആലിൻ്റെ സംസ്കാരം നടക്കുക. വൈകുന്നേരം 3:30 ഇപ്പം അല്പസമയത്തിനകം ഇവിടെ മല്ലപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്, മല്ലപ്പള്ളിയിലെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ചടങ്ങുകൾക്കായി ആളുകളും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വൈകുന്നേരം 3:30 കൂടിയാണ് ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആദരത്തോടു കൂടിയായിരിക്കും സംസ്ഥാന സർക്കാർ ആലിന് എല്ലാ ആദരങ്ങളോടും കൂടി ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരിക്കും ആലിന് സംസ്കാരം നടക്കുക എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നാടൊന്നാകെ ആലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആലിനെ ഒപ്പം, അതായത് മരണത്തിനൊപ്പം തന്നെ നാടിന് മുഴുവൻ മാതൃകയായി മാറിയ ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞു മാലാഖ. അങ്ങനെയാണ് നാടിപ്പോൾ, മലയാളി ഇപ്പോൾ ആലിനെ ഓർക്കുന്ന, മലയാളമുള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി ആലിൻ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരവും ഏറ്റവും സന്തോഷകരവുമായുള്ള വാസ്തവം. എന്തായാലും നാട് മുഴുവൻ ഒരു ആളുകളങ്ങനെ പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു അന്തരീക്ഷം എന്ന് വേണം പറയാൻ ശരിക്കും. കാരണം വെച്ചാൽ അപ്രതീക്ഷിതമായത് മരണമായിരുന്നു. അതുമാത്രമല്ല, ഈ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ പോലും അതൊരു വാസ്തവമാണ്. പക്ഷേ അതിനോട് ചേർന്നുള്ള ഒരു തീരുമാനം അവരുടെ പാരൻസിൻ്റെ ആയാലും തീരുമാനം ചെറുതായിരുന്നില്ല. തീർച്ചയായും വലിയ ആദരം ആ കുഞ്ഞിനെ അർപ്പിക്കുകയാണ് സംസ്ഥാനം. ഒപ്പം ആ മാതാപിതാക്കൾ വേദനയോടുകൂടി എടുത്ത തീരുമാനം 4 പേർക്കാണ് പുതിയ ജീവൻ നൽകിയത് എന്നുള്ളതാണ്. നമുക്ക് രാവിലെ അവസാനിപ്പിക്കാൻ സമയമായി. വാർത്തകൾ തുടരും ന്യൂസ് 18-ൽ. നമസ്കാരം.